ഇവിടെ നിയമപാലകന്മാരല്ല നിയമഘാതകന്മാരാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ പാപം കൊടികുത്തി വാഴുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ട് പോലും കന്യകാ വാണിഭം 50 കഴിഞ്ഞ വയസ്സിന് ഇപ്പോൾ ആയക്കൂടെ ആവശ്യം 15 കഴിയാത്ത പെൺകുട്ടിയാണ്. അതല്ലേ സൂര്യനെല്ലി കേസ്. ഇതുപോലെ എത്ര കേസുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം അടിച്ചമർത്താൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അഴിമതി, അധർമ്മം, അരാജകത്വം സുപ്രീം കോടതി വരെ വിമർശനത്തിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് അഴിമതിയില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഗവൺമെന്റ് ഓരോരുത്തരും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റോഡും തോടും എല്ലാം പാലും തേനുപിഴും എല്ലാവരും വന്നു. കേരളം എന്ന് പറഞ്ഞാൽ വലിയ രോഗത്തിന്റെ ചെറിയ വായ്പാണ്. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ഭരിച്ചു. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? കോൺഗ്രസ് ഭരിച്ചു, തനിച്ച് ഭരിച്ചു, ചതുർമുന്നണി, അഷ്ടമുന്നണി, സപ്തമുന്നണി, എല്ലാ മുന്നണിയും ഭരിച്ച് സപ്തമുന്നണിയും പരാജയമാണ്. സപ്തമുന്നണി രൂപപ്പെട്ട് കുറെ കഴിഞ്ഞാൽ അതും പരാജയമാണ്. അഷ്ടമുന്നണി ആവിർഭവിച്ചപ്പോൾ റാമിയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുക. എനിക്കുമ്പോൾ സഖാവ് പൊന്നൂസ് അവിടെ വന്നിരുന്നു. പൊന്നൂസ് അവിടെ വന്നപ്പോൾ ഞാനും എത്തി, പൊന്നൂസും എത്തി. പൊന്നൂസ് വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ. അയാൾ വിചാരിച്ചത് കിഷൻകുടി സഖാവത്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും. എന്താണ് തനിക്ക് ഈ മാറ്റം ഉണ്ടായത്? വന്ന കാര്യം പറഞ്ഞേക്കാം സഖാവി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞേക്കണം. ഞാൻ പെട്ടെന്ന് 5 വാക്ക് പറഞ്ഞ് പോയേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വേദി മാറി തന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്നത് വേറെ കാര്യം. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമുക്ക് സാധിക്കണം. അത്രയും പറഞ്ഞ ഈ ഭാഗം. ഉന്നതനായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴിയളന്ന മനുഷ്യൻ, ആകാശം കിടക്കി 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപരമായ മനുഷ്യൻ മരിക്കുന്നു. മരണമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ഈ മരിക്കാതിരിക്കാനുള്ള വിദ്യ എവിടെയെങ്കിലും ഉണ്ടോ? മരിക്കാതിരിക്കുവാൻ ശ്രമിച്ച അമേരിക്കൻ കോടീശ്വരനായിരുന്നു ഹ്യൂസ്. അയാൾ മരിച്ചുപോയില്ലേ? മരിക്കാതിരിക്കാൻ ശ്രമിച്ച നമ്മുടെ ഹഠയോഗികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഹഠയോഗിയും വടയോഗി പോലെ ആയില്ലേ? പിന്നെ എന്തിനാണ് എല്ലാവരും മരിക്കണം? ദൈവവിധിയാണ്. ബൈബിൾ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. മരണവും ന്യായവിധിയും മനുഷ്യനുണ്ട്. അതെല്ലാം വിശദീകരിച്ചാൽ സമയം ഇനിയും പോകും, ഞാൻ അപ്പുറം പറയുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇങ്ങനെ ജനകോടികൾ ഒന്നടങ്കം പാപികളായ മനുഷ്യവർഗം പാപത്തിന് വേണ്ടി പരിതപിക്കുകയുണ്ടായി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഞാനൊരു പാപിയാകുന്നു ആർക്കെല്ലാം ബോധം വന്നോ അവരെല്ലാം ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവനിൽ ഇന്ന് വരെയുണ്ടായ ജനകോടികളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള എല്ലാവരും സമ്മതിച്ചൊരു കാര്യം, ദൈവമേ ഞാനൊരു പാപിയാകുന്നു, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പരക്കവേ കാണാം. പ്രാചീന കാലം മുതൽ അർവാചീന ദശ വരെ ഉള്ള ഏതെല്ലാം പുസ്തകവും ഭരതങ്ങളും പരിശോധിച്ചാൽ അവിടെ എല്ലാം കാണുന്നത് എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്. അങ്ങനെയുള്ള ഏതാനും പ്രാർത്ഥനകൾ മാത്രം ദൃഷ്ടാന്തത്തിന് ചൂണ്ടിക്കാണിക്കുകയാണ്. BC 2000 ജീവിച്ചിരുന്ന ഭക്തനായ അയ്യോബിന്റെ ഒരു ചോദ്യമുണ്ട്, വെളിച്ചം എവിടെ? വെളിച്ചത്തിലേക്കുള്ള വഴി എവിടെ? ഉത്തരം അവിടെ ഇല്ല. BC 1000 ജീവിച്ചിരുന്ന ഒരു വലിയ രാജാവിന്റെ ചോദ്യം, അയ്യോ ഞാൻ അകൃത്യത്തിലൊരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അല്ലയോ യഹോവേ എന്നെ പാപം മോചിക്കണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കടി വെടിപ്പാക്കണമേ. അയാളുടെ പ്രാർത്ഥന. BC 600 ആയപ്പോൾ ഇന്ത്യയിൽ ഉപനിഷത്ത് ആചാര്യന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ നീ എന്നെ വിടുവിക്കണം എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അസതോ മാം സത്ഗമയ തമസോ മാം ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. അസതോ മാം സത്ഗമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്ത് നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോ മാ അമൃതംഗമയ, മൃതിയിൽ നിന്ന് അമൃതിലേക്ക്. അമൃതം എന്ന് പറഞ്ഞാൽ അമൃതമൊന്നുമല്ല, മരണമില്ലാത്ത അവസ്ഥ, അതിലേക്ക് നയിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് ഇന്ത്യക്കാരൻ. BC 500. BC 600 അവസാനം വരുമ്പോൾ സൈന്യ വിന്യാസം കൊണ്ട് സടലൂടെ എഴുതിച്ച സൈന്യാധിപന്മാർ സമ്രാട്ടുകളിൽ സമാനതയില്ലാതെ വിചാരിച്ച അസീര്യൻ ചക്രവർത്തി അസുർബാനിപ്പാൽ ജീവിതത്തിന്റെ സായജ്ഞവേളയിൽ സസങ്കടം സമുന്നതരായ ദൈവത്തോട് സവിനയം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവമേ മഹാപാപിയായിരിക്കുന്ന എന്നെ എൻ്റെ വെളിച്ചം കാണാൻ അനുവദിക്കണമേ. ഒരു ബാബിലോണിയ ഭക്തന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എന്നെ വിടുവിക്കണമേ, എൻ്റെ പാപങ്ങൾ മോചിക്കണമേ. ഋഗ്വേദത്തിലെ ആര്യ ഋഷിയുടെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എൻ്റെ പാപങ്ങൾ മോചിക്കണം. ഒരു പശുവിനെ ബന്ധിച്ചിരിക്കുന്ന കുറ്റിയിൽ നിന്ന് കയറഴിഞ്ഞു പോകുന്നത് പോലെ എൻ്റെ പാപഭാഷ മറുത്ത് എന്നെ മോചിപ്പിക്കണം. ആര്യ ഋഷിയുടെ പ്രാർത്ഥന. ഇങ്ങനെ അനവധി. ഇനിയും കുറെ കൂടെ കഴിഞ്ഞാൽ ഗ്രീസിലേക്ക് ചെന്നാൽ തത്വചിന്തയുടെ നിലപാടെന്ന് അപരനാമത്തെ അറിയപ്പെടുന്ന ഗ്രീസിലേക്ക് ചെന്നാൽ ദാർശനിക ആചാര്യനായ സൈമോണിഡീസ് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, അല്ലയോ ദൈവമേ മഹാപാപിയായിരിക്കുന്ന എന്നെ നിന്റെ വെളിച്ചത്തിൻ്റെ ഒരു പരിവേഷം നൽകി അനുഗ്രഹിക്കണമേ. ഇതുപോലെ തന്നെ 100 കണക്കിന് പറയാനുണ്ട്. ഇതുപോലെ ആശയങ്ങൾ മാത്രം ഓരോന്നായി പറഞ്ഞാൽ അട്ടി പറയുവാൻ കെട്ടുകണക്കിനുള്ള ആളുകൾ ഇഷ്ടം പോലെ കേസിലാക്കിയാണ് കൃഷ്ണൻകുട്ടി വേദി വരാറുള്ളത്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുക. ഇങ്ങനെ പാപികളായ ജനകോടികൾ ഭാരത പരന്ന കോണിൽ നിന്നുകൊണ്ട് പരമകാരുണ്യനായ ദൈവത്തോട് പരക്കതെ പ്രാർത്ഥിച്ചാൽ കരുണാവത്സനായ ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല.
ബൈബിൾ പറയുന്ന ദൈവം ഒന്ന് കരുണയുള്ളവനാണ്, ബൈബിൾ പറയുന്ന ദൈവം രണ്ട് ജീവനുള്ളവനാണ്. ജീവനുള്ളവനായതുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവം മറുപടി പറയുന്നു. മനുഷ്യന്റെ പ്രാർത്ഥന, എന്നെ രക്ഷിക്കണമേ. ദൈവത്തിന്റെ ഉത്തരം, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഇത് ബൈബിളിലെ ഒരു വാക്യമാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ മറുപടി. എങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഉടനെ വരാമെന്നല്ല, ഉടനെ വരാമെന്നല്ല പറഞ്ഞത്, എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ്. കുറച്ച് നീ ക്ഷമിക്ക്, ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ വരികയുള്ളൂ, മുന്നറിയിച്ച് വരാമെന്നാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ ഒരു MP കൊല്ലത്ത് വന്നു, കൃഷ്ണകുമാർ. അന്ന് നായനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം കിട്ടിയില്ല. നായനാരുടെ മറുപടി ഇതായിരുന്നു, പടച്ചോനായാലും പറഞ്ഞിട്ടേ വരാവൂ എന്ന്, പറയാതെ വന്നതിന് ഗതിയാണോ എന്ന്. അപ്പോൾ പടച്ചോനാണെങ്കിലും പറഞ്ഞിട്ട് വരണം, പടച്ചോൻ പറഞ്ഞിട്ടേ വരൂ, എന്നെ രക്ഷിക്കുമേണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പടച്ചോൻ പറഞ്ഞു, ഇതാ പറഞ്ഞിട്ടാണ് വരുന്നത്, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അതുപോലെ വരാമെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ജനിച്ചു പോർബന്തറിൽ, പഠിച്ചു ഇംഗ്ലണ്ടിൽ, തിരിച്ചു വന്നു ഇന്ത്യയിൽ, നയിച്ചു സ്വാതന്ത്ര്യ സമരം, മരിച്ചു ഗോഡ്സെയുടെ ഇന്ത്യയിട്ട്. ജനിച്ചു ഗാന്ധിയുടെ ജാതകം വെച്ച് കൊട്ടാര ജോത്സ്യനും പറഞ്ഞില്ല ഡല്ലാമെന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയാൽ അപകട സാധ്യതയെന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ലോക ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്തു നിന്ന്, എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന്, എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സമയത്ത്, എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ജനിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ സംസാരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ മരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ സംസ്കരിക്കപ്പെട്ട്, എഴുതിയിരിക്കുന്നത് പോലെ ഉദ്ധാനം ചെയ്ത്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തരവും അവരിൽ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തതയിലേക്ക് പോയ, എഴുതിയിരിക്കുന്നത് അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്ധാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വരെ ഉദ്ധാരകനില്ല. മനുഷ്യവർഗത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് മഹാദൈവം മനസ്സലിഞ്ഞ് മണ്ണിലേക്ക് അയച്ച മറിയത്തിൻ്റെ മകൻ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു മതം എന്നൊരു മതവുമില്ല. ക്രൈസ്തവർക്ക് വിഷമം തോന്നും, പറയാതിരിക്കാൻ ഒക്കെയില്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടി ഇവിടെ കാണുന്ന പടുകുറ്റൻ, പള്ളികൾ, നാട്ടാരകൾ, കുരിശികൾ, കപ്പേളകൾ, കൊടികൾ, കൊടിമരങ്ങൾ, കുടകൾ, ഇവയെല്ലാം ഇങ്ങനെ ഉണ്ടായി. എനിക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. കൊല്ലെന്ന് പറഞ്ഞില്ല, കൊല്ലത്തി പറഞ്ഞില്ല, തിത്തത്തൈ എന്നൊരു വെച്ചരിവാണ്. അതുപോലെ ഉണ്ടായി വന്നതാണ് ഇതെല്ലാം. യേശു ക്രിസ്തു സ്വപ്നം കണ്ടതുപോലെ കർദിനാളന്മാർ, മാർപ്പാപ്പമാർ, ബിഷപ്പന്മാർ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടേ ഇല്ല. ഈ പടുകൂറ്റൻ പള്ളികൾ ബൈബിളിൽ എങ്ങുമില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൽപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കയില്ലെന്നാണ്. ഇവന് മനസ്സിലാകാത്തത് കൊണ്ടാണ് 10 കോടിയും 10 ലക്ഷവും മുടക്കി അമ്പലവും പള്ളിയും ഒക്കെ പണിയുന്നത്. ഭഗവത്ഗീതയും അതല്ലേ പറയുന്നത്. ഭഗവത്ഗീതയിലെ ക്ഷേത്രങ്ങൾ ഭൂതിയോഗം, അതിൽ ദൈവത്തിന് ക്ഷേത്രം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ക്ഷേത്രം? ദൈവത്തെ മുതലെടുപ്പ് നടത്തുകയാണ്. നമുക്കറിയാലോ ക്രിസ്ത്യാനി എന്ത് ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനിക്ക് വേറൊരു കാര്യം അറിയാം, അവിടെ നല്ല കൃഷി വ്യാപിപ്പിച്ചത് പണ്ട് ക്രിസ്ത്യാനികളാണ്. നമുക്ക് പണ്ട് നെല്ല്, ആയക്കൂടെ കുറച്ച് കുരുമുളകും ഏലവും, ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് ക്രിസ്ത്യാനികൾ വെള്ളക്കാർ ഇവിടെ വന്നാണ് റബ്ബർ അതുപോലുള്ളതൊക്കെ കൊണ്ടുവന്നത്, നാണ്യവിളകൾ. ചുരുക്കത്തിൽ അവരാണ് വികസിപ്പിച്ചത്. ഇങ്ങനെയുള്ള ക്രൈസ്തവരൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം, ക്രൈസ്തവർ ഇവിടെ കൃഷി വ്യാപിച്ച കാര്യം പറയാനല്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ തെങ്ങ് കൃഷി പരാജയമാണ്, അതുകൊണ്ട് റബ്ബർ കൃഷി പരാജയമാണ്. അപ്പോൾ കരിമ്പിനേക്കാൾ തെങ്ങിനേക്കാൾ ഏറ്റവും ആദായ കുരിശ് കൃഷിയാണ്. കുരിശ് കൃഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു കുരിശ് കൃഷി ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു കുരിശ് 25,000 മുടക്കി ഒരു കുരിശ് കുഴിച്ചിട്ടാൽ വർഷങ്ങൾ കൊണ്ട് കാഴ്ച കൊടുക്കുകയല്ലേ. അടിയിലൊരു കാണിക്ക വഞ്ചിയും വയ്ക്കും. അപ്പോൾ കാണിക്ക വഞ്ചി വെച്ചിട്ടില്ലാത്ത കുരിശ് പള്ളി ഉണ്ടോ? അവിടെയെല്ലാം ഒരു പുണ്യവാളനെയും വെച്ച് കുരിശും വെച്ച് ഇരിക്കുന്നവരാണ്. ഇത് കണ്ട മറ്റവൻ വിടുവോ? അവൻ പറഞ്ഞു എന്നാൽ നമുക്ക് വിരിക്കട്ടെ ഒരു കൊച്ചമ്പലം. ആ കൊച്ചമ്പലം അവനെ റോഡ് വയ്ക്കൽ ഉണ്ടാക്കി. ആ കൊച്ചമ്പലം ഉണ്ടാക്കി അവന് ഏതെങ്കിലും ഒന്നിൻ്റെ ബിംബം വെച്ചു, അവിടെയും വെച്ചു കാണിക്ക വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട മറ്റേവൻ വിടുമോ? അവൻ നമ്മളാരാണ്, നമ്മൾ പിന്നെ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനും വയ്ക്കും ഒരു കൊച്ചു മോസ്ക്, അവനും വയ്ക്കും കാണിക്ക വെഞ്ചി. അവന് എല്ലാം ദൈവങ്ങളെയും പുണ്യവാളയെയും തെണ്ടികളാക്കി പണം പിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളൂർ ചങ്ങമ്പുഴ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, 2 തൂട്ടേകിൽ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പാൽപ്പായസം ഏകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്ന ദൈവം, കുർബാന ഏകിൽ കൂസാതെ ഭാവിയിൽ കൂറുകാട്ടുന്ന ദൈവം. ചോദിക്കുന്നു ചങ്ങമ്പുഴ, പറയട്ടെ ഉത്തരം മലയാളമുണ്ട്. ദൈവത്തിന് പണം വേണ്ട, ദൈവത്തിന് നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട. വല്ലതിനും മുട്ടുള്ളവരെന്ന പോലെ മാനുഷികളാ ശിശുവിടെ സ്വീകരിക്കുന്നവനാണോ ദൈവം? വല്ലതിനും മുട്ടുള്ളവരെന്ന പോലെ മാനുഷികളാ ദൈവം ശിശുവിടെ സ്വീകരിക്കുമോ? നമ്മുടെ തേങ്ങയും നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ നെയ്ത്തേയും ഒക്കെ ദൈവത്തിന് വേണോ? ദൈവത്തിന് പണം വേണോ? നമ്മുടെ രാഷ്ട്രീയ നേതാവിനെ പോലെയാണോ അയാൾ?
അത് നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് കമ്മ്യൂണിസം, നേടുന്നത് കോടികൾ, അതല്ലോ ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തരാണ്. അവിടത്തേക്ക് അവിടുന്ന് തന്നെ ചോദിച്ചു.